അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പഠിതാക്കളെ, വിജ്ഞാന ദാഹികളായ സഹോദരിമാരെ, ഹദ്ദാദ് റാത്തീബുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിഷയങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളും വിശദീകരണങ്ങളിലേക്കും നാം കടക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട പൊതുവെയുള്ള ഒരു ആമുഖത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹദ്ദാദ് അടക്കമുള്ള ഏത് ദിക്റുകളും ഒറ്റക്കും കൂട്ടമായും എങ്ങനെയും ചൊല്ലാവുന്നതാണ്. പക്ഷേ കൂട്ടമായി ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ബറക്കത്തും പ്രതിഫലവും ലഭിക്കും എന്നതാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, നിർവഹിക്കുന്ന നിസ്കാരങ്ങളാണെങ്കിലും, യാത്രയാണെങ്കിലും എല്ലാറ്റിലും സംഘടിതമായ കൂട്ടായ്മക്ക് ബറക്കത്തുണ്ട്. ഇതുപോലെ ദിക്റുകൾ ചൊല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഹദ്ദാദ് പോലത്തെ അതിമഹത്തായ 22 കാരറ്റ് മൂല്യമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ദിക്റുകളൊക്കെ കൂട്ടമായി ചൊല്ലുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു മഹത്വം തന്നെ വേറെയുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലം മുതൽക്ക് തന്നെ നമ്മുടെയൊക്കെ നാടുകളിലുള്ള, ഗ്രാമങ്ങളിലുള്ള എല്ലാ പള്ളികളിലും, ജുമുഅത്ത് പള്ളികളാണെങ്കിലും നിസ്കാരപ്പള്ളികളാണെങ്കിലും അത്തരം ഇടങ്ങളിലെല്ലാം വിശ്വാസികൾ കൂടിയിരുന്നു കൊണ്ട് സംഘടിതമായി ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന പതിവ് വളരെ പഴക്കം മുതൽക്ക് തന്നെ നിലനിന്നു പോരുന്ന ഒരു സമ്പ്രദായമാണ്. ഈ സംഘടിതമായി ദിക്ർ ചൊല്ലുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാരായ ആളുകളൊക്കെ പള്ളിയിലേക്ക് വരുമ്പം ഹദ്ദാദ് സംഘടിതമായി ചൊല്ലാൻ അവരവസരം കണ്ടെത്തണം. സഹോദരിമാർ പുരുഷന്മാരെ, സഹോദരങ്ങളെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സ്ത്രീകളാകുമ്പോൾ അവരും ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ വീട്ടിൽ വെച്ചുകൊണ്ട് എല്ലാ ദിവസവും ദിക്ർ ഹൽഖ സംഘടിപ്പിക്കാൻ അവർക്കും സാധ്യമാണ്. വീട്ടിലുള്ള മക്കളെയും പേരമക്കളെയും മറ്റുള്ള അംഗങ്ങളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വീട്ടിൽ ഒരു സ്ഥലത്ത് ഇരുന്ന് 15-20 മിനിറ്റ് എല്ലാ ദിവസവും ചെലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്തളത്തിൽ തന്നെ ഒരു ദിക്ർ ഹൽഖ, ദിക്റിൻ്റെ മജ്ലിസ് എല്ലാ ദിവസവും നിഷ്പ്രയാസം നമുക്ക് നടത്താൻ പറ്റും. അതിലൂടെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട, വീടിൻ്റെ പരിസരങ്ങളുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഷർറുകളും വിപത്തുകളും മുസീബത്തുകളും ബലാഉകളും ഇല്ലാതെയാക്കപ്പെടാൻ അത് കാരണമാണ്. പ്രത്യേകിച്ച് പൈശാചികമായ ഷർറുകൾ, പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടാൻ അത് വളരെയേറെ ഫലപ്രദമാണ്. ഹൽഖയിലൂടെ സംഘടിതമായി ദിക്ർ ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഹദീസിൽ വന്ന ഒറ്റ ഹദീസ് മാത്രം ഞാൻ ഉദ്ധരിക്കുകയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് പ്രത്യേകക്കാരായ ചില മലക്കുകളുണ്ട്. അവരുടെ ജോലി എന്താണ്? ദിക്റിൻ്റെ മജ്ലിസും അന്വേഷിച്ച് തേടിപ്പിടിച്ച് ചുറ്റിക്കറങ്ങുകയാണ് അവരുടെ ജോലി. ചുറ്റിക്കറക്കത്തിനിടയിൽ എവിടെയെങ്കിലും ദിക്ർ ചൊല്ലുന്ന ഒരു മജ്ലിസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലുന്ന ആളുകളുടെ കൂടെ മലായിക്കത്തും ഇരിക്കുകയാണ്.
അവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവനും മലക്കുകൾ അവരുടെ ചിറക് വിരിച്ച് സംരക്ഷണം നൽകുകയാണ്. അങ്ങനെ ആകാശഭൂമികൾക്കിടയിൽ മലക്കുകൾ തിങ്ങി നിറയുകയാണ്. ഈ ആളുകൾ ദിക്റിൻ്റെ മജ്ലിസൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് വിട്ടുപിരിയുമ്പോൾ മലക്കുകളും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അള്ളാഹു അവരോട് ചോദിക്കുന്നു. അള്ളാഹുവിനറിയാം ഇവർ എവിടെ നിന്നാണ് വരുന്നത് എന്നതൊക്കെ. എന്നാലും അള്ളാഹു ചോദിക്കുകയാണ്, മിൻ ഐന ജിഅ്തും, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? മലക്കുകൾ പറയുന്നു, പടച്ചോനെ, നിൻ്റെ അടിമകളുടെ അടുത്ത് നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഭൂമിയിലുള്ള നിൻ്റെ ചില അടിമകൾ, അവർ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു, കൂട്ടമായി അല്ലാഹു അക്ബർ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്നു, അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു. വയസ്അലൂനക, അവർ നിന്നോട് പല കാര്യങ്ങളും ചോദിക്കുകയും ചെയ്യുന്നു. അല്ലാഹ് ചോദിക്കുകയാണ്, എന്താണ് അവരെന്നോട് ചോദിക്കുന്നത്? അള്ളാഹുവിനറിയാം അള്ളാഹുവിനോട് ചോദിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ. എന്നാലും അള്ളാഹു ഈ മലക്കുകളോട് ചോദിക്കുകയാണ്, അവരെന്താണ് എന്നോട് ചോദിക്കുന്നത്? മലക്കുകൾ പറയുന്നു, അല്ലാഹുവേ, യസ്അലൂനക ജന്നതക, നിൻ്റെ സ്വർഗമാണ് നിന്നോടവർ ആവശ്യപ്പെടുന്നത്, ചോദിക്കുന്നത്. അല്ല ചോദിക്കുന്നു, അവരെൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയുന്നു, ലാ, സ്വർഗം അവർ കണ്ടിട്ടില്ല. അല്ല പറയാണ്, എൻ്റെ സ്വർഗമെങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവരാ സ്വർഗത്തിനെ ചോദിക്കുക? മലക്കുകൾ അള്ളാഹുവിനോട് വീണ്ടും പറയാണ്, വയസ്തജീറൂനക, പടച്ചോനെ, അവർ നിന്നോട് കാവൽ തേടുന്നുണ്ട്. അല്ല ചോദിക്കുകയാണ്, എന്തിൽ നിന്നാണ് അവർ കാവൽ തേടുന്നത്? മലക്കുകൾ പറയുന്നു, നിൻ്റെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് അവർ കാവൽ തേടുന്നുണ്ട്. അള്ളാഹു ചോദിക്കുന്നു, അവരെൻ്റെ നരകം കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയുന്നു, ഇല്ല. അല്ല പറയാണ്, എൻ്റെ നരകമെങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ചോദ്യം ഉണ്ടാവുക? മലക്കുകൾ വീണ്ടും പറയാണ്, യസ്തഗ്ഫിറൂനക, പടച്ചോനെ, അവർ നിന്നോട് പൊറുക്കലിനെ തേടുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹു പറയുകയാണ്, ഖദ് ഗഫർതു ലഹും വഅഅ്തയ്തുഹും മാ സഅലൂ, എൻ്റെ മലക്കുകളെ, ആ മനുഷ്യന്മാർക്ക് മുഴുവനും കൂട്ടമായി ദിക്ർ ചൊല്ലിയ അതിൽ പങ്കെടുത്ത ആളുകൾക്ക് മുഴുവനും ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു. വഅഅ്തയ്തുഹും, അവരെന്നോടെന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഞാനിതാ അവർക്ക് പാസ്സാക്കി കൊടുത്തിരിക്കുന്നു, അവർക്ക് നൽകിയിരിക്കുന്നു. അവർ എന്നിൽ നിന്ന് കാവൽ തേടിയ നരകത്തിൽ നിന്ന് ഞാൻ അവർക്കിതാ അഭയം നൽകിയിരിക്കുന്നു. ആ സമയത്ത് മലക്കുകൾ പറയാണ്, അല്ലാ, അവരെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാൾ ഇവരെ കൂട്ടത്തിൽപ്പെട്ട ആൾ അല്ല, ഈ മജ്ലിസ് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന ആളല്ല, യാദൃശ്ചികമായി അവിടെ എത്തിപ്പെട്ട ഒരാളാണ്. അയാളുടെ അവസ്ഥ എന്താണെന്ന് മലക്കുകൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അല്ല പറയാണ്, വലഹു ഗഫർതു, ആ മനുഷ്യനും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഹുമുൽ ഖൗമു ലാ യസ്ഖാ ബിഹിം ജലീസുഹും, ഈ കൂട്ടായ്മയിൽ കൂടിയ ഒരാളും പരാജയപ്പെട്ടു പോകൂല. അവരെ കൂടെ ആരൊക്കെ ഇരുന്നോ അവർക്കൊക്കെ അതിൻ്റെ ഫലം കിട്ടും എന്ന് അല്ലാഹു തആല മലക്കുകളോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതാണ് സംഘടിതമായ ദിക്റിൻ്റെ മഹത്വം. വേറെയും ഹദീസുകളിൽ പലതും വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുകയാണ്. അതുപോലെ അബൂ ഹുറൈറ തങ്ങളിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഖ്ഉദു ഖൗമുൻ യദ്കുറൂനല്ലാഹ അസ്സ വജല്ല, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന ഒരു വിഭാഗം ആളുകളും ഇരുന്നിട്ടില്ല, ഇല്ലാ ഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്തിട്ടല്ലാതെ, വഗസിയത്തുഹുമുർ റഹ്മ, അള്ളാഹിൻ്റെ റഹ്മത്ത് അവരെ പൊതിഞ്ഞിട്ടല്ലാതെ, വനസലത്ത് അലൈഹിമുസ് സക്കീന, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സമാധാനം അവരിൽ ഇറങ്ങിയിട്ടല്ലാതെ, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, ഈ ആളുകളെക്കുറിച്ച് അള്ളാഹു മലക്കുകളോട് വിശേഷണങ്ങൾ ഇങ്ങനെ പ്രകീർത്തിച്ച് പറയുകയും ചെയ്യും. ഇതൊക്കെ സംഘടിതമായി കൂട്ടമായിരുന്ന് ദിക്ർ ചൊല്ലുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങളാണ്. മലക്കുകൾ അവരെ പൊതിയും, അള്ളാഹിൻ്റെ റഹ്മത്ത് അവരെ പൊതിയും,
സമാധാനം അവരെ പൊതിയും. അള്ളാഹു മലക്കുകളോട് ഈ ആളുകളെക്കുറിച്ച് പ്രകീർത്തിച്ചിങ്ങനെ കുറേ പറയും. ഇതൊക്കെ സംഘടിതമായി ചൊല്ലപ്പെടുന്ന ദിക്റിലൂടെ ലഭിക്കുന്ന ഗുണങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ, പറ്റാവുന്ന വീടുകളിലൊക്കെ പറ്റാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഹദ്ദാദ് റാത്തീബ് സംഘടിതമായി കൂട്ടമായി ചൊല്ലുന്ന ഒരു സമ്പ്രദായം നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. വീട്ടിലെ ഉമ്മമാർ, സഹോദരിമാർ ശ്രമിച്ചാൽ അതൊക്കെ നിഷ്പ്രയാസം നടത്താൻ പറ്റുന്ന വലിയ നന്മകളാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ പൊരുത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ മനസ്സിലുള്ള ചെറുതും വലുതുമായ സതുദ്ദേശങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി സ്വർഗം കണ്ട് ബാധ്യതകളിൽ നിന്നൊക്കെ പൂർണ്ണമായി ഒഴിവായ അവസ്ഥയിൽ നല്ല ഒരു ദിവസത്തിൽ, ഏറ്റവും നല്ല ഒരു സമയത്ത്, ഏറ്റവും നല്ല ഒരു അമലുമായി ബന്ധപ്പെടുന്നതിനിടയിൽ മൗത്താകുന്ന വിജയികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.